ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കാർത്തിയാനി റെസ്റ്റോറൻറ്റ് കൊച്ചിയിലാണ്. ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഏകദേശം 11:45 12 മണിയായപ്പോഴാണ് ഇവിടെ എത്തുന്നത്. എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവരുടെ കുറച്ച് സ്പെഷ്യൽ സീ ഫുഡ് ഡിഷസ് ട്രൈ ചെയ്യാനാണ് ഇവിടെ വന്നത്. സോ നമ്മൾ 2 മീൽസ്, ഒരു കാളാഞ്ചി തവ ഫ്രൈ, കാന്താരി സ്ക്വിഡ്, ടൈഗർ പ്രോൺസ്, 2 സർബത്ത് ഇവയാണ് ഓർഡർ ചെയ്തത്. മീൽസിൻ്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തി, പയറിൻ്റെ കൂടെ ചേമ്പിട്ട തോരൻ, അച്ചാറ്, പപ്പടം, പിന്നെ 2 ടൈപ്പ് മീൻ കറി ഇവയാണുള്ളത്. കുറച്ച് ലേറ്റായിട്ടാണ് ടൈഗർ പ്രോൺസ് വന്നതെങ്കിലും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാന്താരി സ്ക്വിഡ് കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ള ജെനുവിൻ റിവ്യൂ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. എല്ലാവരും കാണുക. കാർത്തിയാനിയിൽ ഫുഡ് എങ്ങനെയുണ്ട്? കാർത്തിയാനിയിൽ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ പോയത് കാർത്തിയാനിയിൽ ഫുഡ് കഴിക്കാനാണ്. ഓക്കെ, സോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത്. അവരൊരു 11:30 ഒക്കെ ആയപ്പോൾ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 12:15 ആയപ്പോൾ എത്തിയായിരുന്നു. 2 മീൽസ്, ഒരു തവ ഫ്രൈ, അവരുടെ കാന്താരി സ്ക്വിഡ്, പിന്നെ അവരുടെ പ്രോൺസ്, മറ്റേ ടൈഗർ പ്രോൺസ് ഫ്രൈ, ഇതൊക്കെയാണ് കുറച്ച് ഫേമസ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ തിരുവക്കര ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ ബാക്കിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. സോ ഞങ്ങൾ ഓർഡർ എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു അവർക്ക് ഈ സ്ക്വിഡിൻ്റെത് ഒരു 30 മിനിറ്റ്സ് എടുക്കും, പിന്നെ പ്രോൺസ് ഫ്രൈയും ഒരു 30 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. സോ വി വെയിറ്റഡ് ഫ്രം 12:15 to 12:45. പക്ഷേ ഇവർ കാളാഞ്ചി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്നു. പിന്നെ റൈസൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളൊരു നറുനീണ്ടി സർബത്തും പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാളാഞ്ചി ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഊണ് വളരെ ബേസിക്കാണ്, വളരെ ബേസിക്കായിട്ടുള്ള സാധനങ്ങളും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ ബേസിക്കായിട്ടുള്ള ഊണാണ്. ഇത് ചാർജ് 110 rupees ഫോർ ദാറ്റ്. അതിനുള്ള പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഒരു കിടിലോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ സ്ക്വിഡ് ഞങ്ങളൊരു 12:45 പിന്നെ കൊണ്ടുവന്നിട്ട് ഒരു 1 o'clock ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ചപ്പോഴേക്കും അവർ മറ്റേ പ്രോൺസ് ഫ്രൈ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അവർ പറഞ്ഞ് ഒരുപാട് ഡിലേ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെയും അഗെയിൻ ഒരു 30 മിനിറ്റ്സ് കാന്താരി സ്ക്വിഡിന് എടുക്കുമെന്ന്. സോറി, നമ്മൾ അറൗണ്ട് 12:10 ആയപ്പോഴാണ് ആ ടേബിളിൽ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡർ എടുത്ത് അതായത് ഒരു 1:30 വരെയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ അടുത്ത് നിങ്ങൾ സാധാരണ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് ചെയ്യത്തില്ലെന്ന്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡെല്ലാം റെഡി ആവുന്നത് ഒരു 2 o'clock ആവും, മെയിൻ ഡിഷസൊക്കെ. പിന്നെ അവർ എന്തിനാണത് ലിസ്റ്റ് ചെയ്തിരിക്കണമെന്ന് എനിക്കറിയത്തില്ല, ഇത്രയും ഡിലേ എടുക്കുമെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ നേരത്തെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡിലേ വരാതിരിക്കാനാണ്. അവിടെ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര തിരക്കാണ്, കുറച്ച് സ്ഥലങ്ങളുള്ള. അതുകൊണ്ടാണ് ഞങ്ങളവിടെ ആക്ച്വലി നേരത്തെ എത്തിയത് തന്നെ. പിന്നെ അവർ എനിക്കൊരു തോന്നിയില്ല, അവർ എഫേർട്ട് എടുത്ത് പെട്ടെന്ന് ചെയ്തു തരണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ സോറി ഡിലേ ചെയ്യാവും, ഒത്തിരി ഡിലേ എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം വരപ്പോഴേക്കും ലാസ്റ്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചി വന്നത് ഇതിലേക്ക് വേണ്ടി കഴിക്കാനാണ്. എന്നിട്ട് അവർ പറഞ്ഞു സാർ എന്നാൽ നെക്സ്റ്റ് ഡേ വരുമ്പോഴേക്കും ട്രൈ ചെയ്യും. അവർക്കൊരു എഫേർട്ടും ഇല്ല, പ്രത്യേകിച്ച് ഒരു എഫേർട്ടോ ഒന്നുമില്ല അവർക്ക് അവർ ചെയ്തു തരണം. പ്രോൺസ് തന്നെ ഞങ്ങൾ രണ്ടാമത് ചോദിച്ചപ്പോഴാണ് കൊണ്ട് തന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു അവർ ബേസിക്കലി അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ഊണും അവിടെയുള്ള ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഫിഷ് ഫ്രൈ നല്ലതായിരുന്നു, മറ്റേ സീ ഫുഡും കൊള്ളാം, ഊണ് വളരെ ബേസിക്കായിരുന്നു. ഓക്കെ, എനിക്കൊരു ഇൻഫർമേഷൻ എല്ലായിടത്തും ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ പോകാൻ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരും ഇഫ് യു ആർ സ്പെസിഫിക്കലി ലുക്കിംഗ് ഫോർ ദിസ് സ്പെഷ്യൽസ്, നിങ്ങൾ വിളിച്ച് മേക്ക് ഷുവർ ചെയ്തിട്ട് പോകുന്നത് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മീൻ വറുത്തതും ചോറും കഴിച്ചിട്ട് വരേണ്ടി വരും. ഓക്കെ, താങ്ക് യു.